എക്സൽ ഓൺലൈൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. മൈക്രോസോഫ്റ്റ് 365 പുതിയൊരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ മൈക്രോസോഫ്റ്റ് 365 എൻ്റർ, മൈക്രോസോഫ്റ്റ് 365 ലോഗിൻ, sign up for the free version of Microsoft 365. ക്രിയേറ്റ് അക്കൗണ്ട്. ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ്. ഡേറ്റ് ഓഫ് ബർത്ത്, നെക്സ്റ്റ്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത മെയിൽ ഐ ഡിയിലേക്ക് മൈക്രോസോഫ്റ്റ് ഒരു കോഡ് അയച്ചിട്ടുണ്ട്. ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ മെയിലിലേക്ക് കോഡ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. മൈക്രോസോഫ്റ്റിൻ്റെ മെയിൽ വന്നിട്ടുണ്ട്. ഈ കോഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്ത കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്. ബോട്ട്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് മൈക്രോസോഫ്റ്റ് ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പസിൽ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്. യൂസ് ദ ആരോസ് ടു റൊട്ടേറ്റ് ദ ഒബ്ജക്റ്റ് ടു ഫേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഹാൻഡ്. അതായത് ഈ വിരൽ ചൂണ്ടിയിരിക്കുന്ന ഡയറക്ഷനിലേക്ക് ഈ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യണം. സബ്മിറ്റ്. വെരിഫിക്കേഷൻ കംപ്ലീറ്റ്. ഇവിടെ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സർനെയിം. നെക്സ്റ്റ്. ഓക്കെ. നോക്കുക, മൈക്രോസോഫ്റ്റ് 365 നമ്മൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി എക്സൽ ഓൺലൈൻ ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡ് ബാറിലുള്ള എക്സൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബ്ലാങ്ക് വർക്ക് ബുക്ക്. ഈ കാണുന്നതാണ് എക്സൽ ഫോർ വെബ് അഥവാ എക്സൽ ഓൺലൈൻ. എക്സൽ ഓൺലൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എക്സലിൻ്റെ പഴയ വേർഷൻസ്, അതായത് എക്സൽ 2019, 2016, 2013 എന്നിവയിലൊന്നുമില്ലാത്ത ഒരുപാട് പുതിയ ഫോർമുലാസ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഈക്വൽ, എക്സ് ലുക്കപ്പ്, ഫിൽറ്റർ, യുണീക്ക്, സ്റ്റോക്ക് ഹിസ്റ്ററി എന്നിങ്ങനെയുള്ള ഫങ്ഷൻസ്. ഇതിനു പുറമെ ചെക്ക് ബോക്സ്, എക്സ്ട്രാക്ട് ഡേറ്റ ഫ്രം പിക്ചർ എന്നിങ്ങനെയുള്ള ഒരുപാട് പുതിയ ഓപ്ഷൻസും എക്സൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇനി വർക്ക് ബുക്ക് റീനെയിം ചെയ്യണമെങ്കിൽ ഫയൽ, റീനെയിം, എൻ്റർ. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഗൂഗിൾ ഷീറ്റ്സ് പോലെ തന്നെ എക്സൽ ഓൺലൈൻ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വർക്ക് ബുക്ക് സേവ് ചെയ്യേണ്ടെന്ന കാര്യമില്ല. ഈ വർക്ക് ബുക്ക് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി എക്സൽ ഓൺലൈൻ്റെ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് ക്രിയേറ്റ് ചെയ്ത വർക്ക് ബുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടെസ്റ്റ് 1. ഇതേ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് വേർഡ് ഫോർ വെബ്, പവർ പോയിന്റ് ഫോർ വെബ് എന്നിവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി എക്സൽ, വേർഡ്, പവർ പോയിന്റ് എന്നിങ്ങനെയുള്ള ഓഫീസ് ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഗെറ്റ് മോർ, ഇൻസ്റ്റാൾ പ്രീമിയം മൈക്രോസോഫ്റ്റ് 365 ആപ്സ്. ഈ ഡയലോഗ് ഉപയോഗിച്ചുകൊണ്ട് മൈക്രോസോഫ്റ്റ് 365 പ്രീമിയം ആപ്സ് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. വേർഡ്, എക്സൽ, പവർ പോയിന്റ് എന്നിങ്ങനെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകൾ അടങ്ങിയ കംപ്ലീറ്റ് പാക്കേജിൻ്റെ ഒരു വർഷത്തെ പ്രൈസാണ് ഈ കാണുന്നത്. ശ്രദ്ധിക്കുക, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ആവശ്യമുള്ളവർ മാത്രം ഈ പാക്കേജ് പർച്ചേസ് ചെയ്യുക. അല്ലാത്തവർക്ക് എക്സൽ, വേർഡ്, പവർ പോയിന്റ് എന്നിങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ വെബ് വേർഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്.